പത്തനംതിട്ട ജില്ലയിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റാന്നി, വടശ്ശേരിക്കര, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുകയാണ്. കോന്നിയിലെ പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി കർഷകർക്ക് ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. വന്യമൃഗശല്യം കാരണം മിക്ക കർഷകരും കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം കഴിഞ്ഞ 2 ദിവസമായി പത്തനംതിട്ട ജില്ലയിലെ റാന്നിയും കോന്നിയിലും ജനവാസ മേഖലയിലേക്ക് കാട്ടാന ശല്യം എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നടുവത്തുമൊഴി ഫോറസ്റ്റ് റേഞ്ചിലെ പാടം സ്റ്റേഷനിലാണ്. അവിടെ ഇപ്പോൾ ഏകദേശം 20 ഏക്കറോളം കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ, സെബാസ്റ്റ്യൻ ജോസഫ് തങ്കച്ചൻ എന്ന് വിളിപ്പേരുള്ള ഒരു കർഷകനാണ്. അദ്ദേഹം ഈ കൃഷിയിടങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റ് ജീവിതമാർഗങ്ങൾ എന്താണെന്നറിയാതെ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാനയുടെ ശല്യം ഈ മേഖല ഉണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച 23 ആന ഉണ്ടായിരുന്നു. 13 ഒരു സെറ്റും അല്ലാതായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. മരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു, കൃഷികൾ മൊത്തം നശിപ്പിച്ചു. നമ്മൾ തകർന്നു, നശിച്ചു. ഇനി ഒന്നും മുന്നോട്ട് പോകാനൊക്കാത്ത അവസ്ഥയിലായി. ഈ വനം വകുപ്പിനോട് നിങ്ങൾ ഈ കാട്ടാനയുടെ ശല്യം പറയുന്നുണ്ട്. അവർ ആദ്യം പട്രോളിങ്ങിന് വന്നിട്ട് അങ്ങ് തിരിച്ചു പോകുന്നതല്ലാതെ യാതൊരു ഉത്തരവാദിത്തം അവർക്കില്ല. അതിനോടൊപ്പം തന്നെ ഹാങ്ങിങ് ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫെൻസിങ് ഇട്ടു, 1 മാസം കഴിയുമ്പോൾ അതെല്ലാം താഴ്ന്നു പോയി, കളഞ്ഞു, നശിച്ചു പോയി. 8-10 ലക്ഷം നശിച്ചു. ഇപ്പം കോടികളുടെ വർക്കാണെന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഫെൻസിങ് എന്നും പറഞ്ഞ് കാർഡിൽ ചില യാതൊരു വർക്കുകളും ഇത് എല്ലാവരും കളഞ്ഞിട്ട് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഈ കൃഷിയിടങ്ങളൊക്കെ നമ്മൾ സന്ദർശിപ്പിച്ചപ്പോഴേ ഏകദേശം അവിടെ അശാസ്ത്രീയമായ രീതിയിലുള്ള കുഴിയെടുപ്പും മറ്റുമൊക്കെയാണ്. നിങ്ങളുടെ കർഷകരുടെ രീതിയിൽ എന്താണ് ഈ ഫെൻസിങ്ങിനെ കുറിച്ച് പറയാം? ഫെൻസിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത് പറഞ്ഞാൽ മെറ്റീരിയൽ വന്ന പക്ഷേ കോൺട്രാക്ടറും എല്ലാം കളഞ്ഞിട്ട് പോയി. നമ്മുടെ പറമ്പിലെ ഇപ്പോൾ ഒരു 2000 മൂട് തൈ ഉണ്ടായിരുന്നു 2 വർഷമായി. അതിനകത്ത് 100 മരങ്ങൾ പോലില്ല, മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അതിനകത്ത് പൈനാപ്പിൾ ആയിരുന്നു, അത് മുഴുവൻ 1 വർഷമായപ്പോഴത്തേക്ക് മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. കർഷകന് മുന്നോട്ട് ജീവിക്കാൻ വയ്യാത്ത ആത്മഹത്യയുടെ വക്കിലാണ്. ഞാൻ ഈ അടുത്ത ദിവസം പാടം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചറോട് പറഞ്ഞായിരുന്നു, സാർ ഞാനൊരു പെട്രോളുമായിട്ട് വന്നിട്ട് അതിന് മുന്നേ ഒന്ന് കത്താൻ പോകാന്ന് പറഞ്ഞു. അല്ല, ജീവിക്കാൻ മാർഗമില്ല, മൊത്തം തകർന്നു. വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഒറ്റയാൻ മാത്രമായിരുന്നല്ലോ ഇപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 20-25 ആനക്കൂട്ടങ്ങളാണല്ലോ. ഒരു ദിവസം, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം 23 ആന ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 3 എണ്ണം വരുന്നത് ആന പല പ്രാവശ്യം ഞങ്ങൾ ഓടിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെയ്തിട്ടുണ്ട്. ആരും പരാതി പറയാനില്ല. ഈ പൈനാപ്പിൾ കൃഷി അത് ഏതാണ്? ഇപ്പൊ ആനയ്ക്ക് ഇന്ന കൃഷി അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ ഫലം വാഴയാണ് ഏറ്റവും കൂടുതൽ. വാഴ, തെങ്ങ്, ഒരു 80 മൂട് തെങ്ങുണ്ടായിരുന്നു. 1 മൂട് തെങ്ങില്ല. 10-400 കൂടി കവുങ്ങുണ്ട്, കമുകില്ല. മുഴുവൻ വൃക്ഷാദികൾ, പ്ലാവും കവുങ്ങും തെങ്ങും മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു, ഒന്നുമില്ല. അപ്പൊ ഈ കൃഷിയിടങ്ങൾ ഇപ്പം തരിശായി മാറി. ഇപ്പൊ ഒരു 8.5 ഏക്കർ തരിശായിട്ട് വന്നു. ഇപ്പൊ ഒരു 8 ഏക്കർ മുറിക്കുന്നുണ്ട്. അതും തരിശായിട്ട് ഇടാനേ പറ്റത്തുള്ളൂ. റബ്ബർ മുറിച്ചുകൊണ്ടിരിക്കുന്ന പറമ്പ. തങ്കച്ചനോടൊപ്പം തന്നെ മറ്റ് കർഷകരൊക്കെ ഈ മേഖല ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്ത് ചെയ്തു? ഞങ്ങൾ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ പറയും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫെൻസിങ് ഇടാന്ന് പറയുന്നതല്ലാതെ വാഗ്ദാനങ്ങളല്ല ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ സാധാരണഗതിയിൽ ഈ വനപാലകരെക്കാട്ടിലും കൂടുതൽ ആന ഇറങ്ങുന്ന സ്ഥലം നിങ്ങൾക്കാണല്ലോ അറിയുന്നത്. അപ്പൊ ആ മേഖലയിലല്ലയോ ഈ ഫെൻസിങ് അടിയന്തരമായിട്ട് ഇടേണ്ടത്? ബാക്കി ഈ കിലോമീറ്റർ ദൂരത്തിൽ എന്തുകൊണ്ടാണ് അവരിടുന്നത്? അതായത് കുളത്തമ്മണിൽ നിന്ന് പൂമുരുതിക്കുഴി വരെ പോകുന്നതിന് 5 കിലോമീറ്റർ ദൂരപരിധിയാണ് അവരിടുന്നത്. അതിന് പകരം പൂമുരുതിക്കുഴി നിന്ന് കല്ലേലി സ്റ്റേഷനിൽ 1 കിലോമീറ്റർ ഇട്ടാൽ ഒരു ജീവികളും ഇങ്ങോട്ട് കയറത്തില്ല. അതിനോട് പറയുമ്പോൾ അവർ ചെയ്യത്തില്ല. ഈ 5 കിലോമീറ്റർ പണിന്ന് വന്ന് നിൽക്കും അവർ. ആകെ 1 കിലോമീറ്റർ മതി. അത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഞങ്ങൾ പെടുത്തിയിട്ട് അവർ ആലോചിക്കാന്ന് പറയുന്നതന്നെ ചെയ്യുന്നില്ല. സർക്കാർ മാറി ബന്ധപ്പെട്ട മന്ത്രിയോടും ഉദ്യോഗസ്ഥന്മാരോടും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഫോറസ്റ്റിലോട്ട് കയറിയ കേസുണ്ട്. നമ്മുടെ നാട്ടിലിറങ്ങിയ കേസില്ല. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ പറമ്പിൽ കയറാൻ ഞങ്ങൾ അതിനെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. 2-1 ആന എന്തും വില കൊടുത്തും അതിനെ ഞങ്ങൾ ഉപദ്രവിക്കും. ഞാൻ കൃഷിയിടത്ത് കയറാൻ ഞങ്ങൾ സഹി കിട്ടു. കാരണം ഈ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളാണല്ലോ നിങ്ങളുടെ ഒരു നിത്യ വരുമാന മാർഗമായത്. ബാങ്കിൽ നിന്നും മറ്റു വായ്പയൊക്കെ എടുത്താണല്ലോ. ഇനി എന്താണ് ജീവിതത്തിന് മറ്റു മാർഗങ്ങൾ? ബാങ്കിൽ എടുത്തതൊക്കെ ജപ്തിയായി കിടക്കുക, അടയ്ക്കാൻ മാർഗമില്ല. എല്ലാം ലോണുകളെല്ലാം ജപ്തിയായി നടക്കാൻ ഒരു മാർഗമില്ല. റബ്ബർ, പൈനാപ്പിൾ കഴിഞ്ഞപ്പോൾ വിട്ടുന്ന റബ്ബറുകൾ തെളിയിട്ടിട്ട് അതിന്റെ പട്ട തിന്നുക, ഇലകൾ തിന്നുക, ആ അവസ്ഥയിലായി. എല്ലാവരും ഇവിടെ വിറ്റൊഴിഞ്ഞ് പോവുക. നമുക്ക് വിറ്റൊഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. സ്ഥലങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് വിറ്റൊഴിഞ്ഞ് പോകാനൊക്കത്തില്ല. ഈ കുളത്തമ്മൺ കിഴക്കൻ മേഖലയിലെ ഒരുമാതിരിപ്പെട്ട 10-20 വീടുകൾ ഇവിടെ ഉപേക്ഷിച്ച് പോയി. ബാക്കിയുള്ളവരും പോയതാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ കൊടുക്കാൻ പോലും ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഈ കാട്ടാന അല്ലാതെ മറ്റു മൃഗങ്ങളുടെ ഏതൊക്കെയാ ശല്യം? കുരങ്ങ്,
കാട്ടാന, കാട്ടുപോത്ത്, മ്ലാവ്, പന്നി, പുള്ളിമ, സകല മൃഗങ്ങളും ഈ പറമ്പിലാണ്. ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ അവസാനമായിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ? അവരോട് പറ്റും പറയുമ്പോൾ ഞങ്ങൾ ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു പരിഹാര മാർഗം കാണുന്നില്ല. ഇപ്പൊ ജനങ്ങൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു പരിഹാര മാർഗത്തിന് വേണ്ടി. ഇത് നിങ്ങളെ നേരിടാൻ കേസെങ്കിൽ കേസ് വരുന്നത് കാണാം, ജീവിക്കണ്ടേ? പൂർവികമായി ലഭിച്ചിട്ടുള്ള വസ്തുവകളൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റ് ജീവിതമാർഗങ്ങളിലേക്ക് പ്രാണക്ഷാത്തം പലായനം ചെയ്യുകയാണ് ഈ നെടുവത്തുംപുഴി ഈ പാടം സ്റ്റേഷനിലെ ഒരു കൂട്ടം കർഷകർ. സർക്കാർ അടിയന്തരമായി ഈ മേഖലയിൽ ഇടപെടണമെന്നാണ് ഈ കർഷക കൂട്ടായ്മയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൽ, പ്രസാദം ജെ, പത്തനംതിട്ട.